മാധ്യമപ്രവർത്തകരെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തള്ളി മാറ്റുക എന്ന സ്ഥിതിയിലേക്ക് ഒരു കേന്ദ്രമന്ത്രി എത്തുക എന്നത് ഒട്ടും ഭൂഷണമായ ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതികരിക്കാം. പക്ഷേ ആ ചോദ്യങ്ങളോട് പ്രതികരണത്തിനും അപ്പുറത്തേക്ക് അതിനും ഒരു പടി കടന്ന് മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നത്, അത് കൈകൊണ്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതോടൊപ്പമാണ് തങ്ങളുടെ ചോദ്യങ്ങൾക്ക് സൗകര്യമില്ല മറുപടി പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാറിൽ കയറി ഡോർ ആഞ്ഞടച്ചുകൊണ്ട് പോവുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. നമ്മുടെ വാക്കുകളേക്കാൾ ദൃശ്യങ്ങൾ അത് ആ നടന്ന സംഭവം വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ BJPയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഒരുപോലെ പ്രതിരോധത്തിലാവുകയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായ പ്രസ്താവനകൾ നോക്കൂ, മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെയൊരു ധാർഷ്ട്യം കാണിക്കേണ്ട അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റേണ്ടതായ ഒരു സാഹചര്യം അവിടെയില്ല. മാധ്യമപ്രവർത്തകർ ഒരിക്കൽ അദ്ദേഹത്തെ കാണുന്നു, കേന്ദ്രമന്ത്രി എന്ന നിലയിലല്ല താരസംഘടനയുടെ അംഗം എന്ന നിലയിലുള്ള ഒരു മറുപടി അവിടെ കൊടുക്കുന്നു. പാർട്ടിയുടെ നിലപാട് പറയേണ്ടത് സംസ്ഥാന പ്രസിഡന്റാണ് എന്ന് മുൻപ് ഉള്ള വിഷയങ്ങളിലും സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ജെയ്സൺ ആദ്യം സംസാരിക്കുമ്പോൾ ഇത് തൻ്റെ നിലപാടാണ് എന്ന രീതിയിലാണോ സുരേഷ് ഗോപി സംസാരിച്ചത്? അത്തരത്തിൽ ഒരു വ്യക്തിപരമായ നിലപാടോ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള നിലപാട് എന്ന രീതിയിൽ വേർതിരിച്ചുള്ള ഒരു പ്രസ്താവനയായിരുന്നല്ലേ രാവിലെ തന്നെ സുരേഷ് ഗോപി നടത്തിയത്. സുരേഷ് ഗോപി രാവിലെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരണമായി ആരാഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറില്ല. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അതിനോട് തന്നെ നീരസത്തോടുകൂടിയുള്ള പ്രതികരണമാണ് രാവിലെ തന്നെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ആദ്യ പടിയാണ് ഞാൻ വരുന്ന സ്ഥലം വിശുദ്ധമായ സ്ഥലത്ത് നിന്നാണ് വരുന്നത്, അവിടെ വെച്ച് നിങ്ങൾ ഇത് ചോദിക്കരുത് എന്നതാണ് അദ്ദേഹം നമ്മൾ ക്ലാസ് എടുക്കുകയായിരുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി. ആരോപണങ്ങൾ ശക്തമായ ആരോപണങ്ങൾ മാത്രമാണ്, അല്ലാതെ വസ്തുതകൾ അതില്ല എന്ന് അദ്ദേഹം പരോക്ഷമായി പറയുന്നു. ആ പരോക്ഷമായി തന്നെ 3ഉം 4ഉം പരാതികൾ നിലവിൽ വന്ന് നിൽക്കുന്ന മുകേഷിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മറ്റൊന്ന്, നിരവധി നടികൾ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഒന്നൊന്നായി പറയുമ്പോൾ അതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ്, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത്. ജെയ്സൺ, എനിക്ക് മനസ്സിലാവാത്തത് അദ്ദേഹം ഈ സിനിമാ സ്റ്റൈലിൽ പ്രതികരിക്കുന്നത് എന്തിനാണെന്നാണ്. കാരണം സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വാഹനത്തിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി പോകാം. വാഹനത്തിന്റെ വാതിലൊന്നും ആരും പിടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. തീർച്ചയായും സിനിമാ സ്റ്റൈലുള്ള പ്രതികരണം താൻ കേന്ദ്രമന്ത്രിയായ ശേഷം തുടരുന്നതിൻ്റെ വലിയ അപകടങ്ങൾ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവിലെ തന്നെ അതിരൂക്ഷമായ ഭാഷയിലാണ് മാധ്യമപ്രവർത്തകരെ ആക്ഷേപിച്ചത്. അതിനുശേഷം കെ സുരേന്ദ്രൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ആ പ്രതികരണത്തിനുള്ള മറുപടി എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ അപ്പോൾ അതിനേക്കാൾ രൂക്ഷമായ രീതിയിലുള്ള ഒരു പെരുമാറ്റവും അതോടൊപ്പം തന്നെ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രതികരണവും അതുപോലെ തന്നെ പ്രവൃത്തിയുമാണ് ഇന്നുണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുജിയ, ഒരു ആക്ഷൻ ഹീറോ സ്റ്റൈൽ പ്രതികരണത്തിന് ശ്രമിച്ചതാണെന്ന് തോന്നുന്നു. അതായത് അതിനുശേഷം അകത്ത് കയറി പോകാം എന്ന് ശ്രമിച്ചതാണെന്ന് തോന്നുന്നു. പക്ഷെ അത് ഒട്ടും ഉചിതമല്ല എന്നുള്ളത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമാ നടനല്ല, ഒരു കേന്ദ്രമന്ത്രിയാണെന്ന് അദ്ദേഹം മറന്നുപോയോ ജെയ്സൺ? അതാണ് നമുക്കെല്ലാം സംശയം. അദ്ദേഹം നടനിൽ നിന്ന് കേന്ദ്രമന്ത്രിയിലേക്കും ജനപ്രതിനിധിയിലേക്കും എത്തിയിട്ടില്ല എന്ന് വേണം ഈ അടുത്ത മണിക്കൂറുകളിലുണ്ടായ അടുത്ത കാലങ്ങളിലുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു കേന്ദ്രമന്ത്രി, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, ജനങ്ങളോട് അഭിപ്രായം മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അത്തരമൊരു ഉത്തരവാദിത്തം അദ്ദേഹം ഇന്ന് നിറവേറ്റിയില്ല എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതിന് പകരമായി മാധ്യമപ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുകയും മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതമായി പെരുമാറുകയും മാധ്യമപ്രവർത്തകരെ കൈകൊണ്ട് തള്ളി മാറ്റുകയും ചെയ്യുന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നത് അദ്ദേഹം നടനിൽ നിന്ന് ജനപ്രതിനിധിയിലേക്കുള്ള യാത്ര അദ്ദേഹം തുടങ്ങിയിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു ജെയ്സൺ. നോക്കൂ, ആദ്യം മുകേഷിനെ പിന്തുണയ്ക്കുന്നു. അത് സഹതാരമാണ്, സുഹൃത്താണ്, താരസംഘടനയിലെ മറ്റൊരംഗം എന്ന നിലയിൽ താരസംഘടനയിലെ പലരും എടുക്കുന്ന നിലപാടിനോട് ചേർത്ത് വയ്ക്കാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വന്ന് ഈ ക്ഷുഭിതനാകേണ്ട സാഹചര്യം എന്തായിരുന്നു? നിങ്ങൾ ചോദ്യങ്ങൾ പോലും ചോദിച്ചിരുന്നില്ലല്ലോ. ഈ രാവിലെ ഉണ്ടായതിൻ്റെ തുടർച്ച എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ. രാവിലെ ഇതിന് സമാനമായ രീതിയിൽ മറ്റു ആക്ഷനിലേക്ക് പോയില്ലെങ്കിൽ പോലും സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ്. നമുക്ക് നേരത്തെ ആ പ്രതികരണം കാണിച്ചതാണ്. അതിനോട് അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നതോടുകൂടി ഈ ഉയർന്ന ആരോപണങ്ങളെ അദ്ദേഹം തള്ളുകയും ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പരസ്യമായ നിലപാട്
നിലപാടിലേക്ക് അദ്ദേഹം എത്തിയെന്നതാണ് ഏറ്റവും അപകടകരമായ വസ്തുത. ഇപ്പോൾ തന്നെ നമുക്കറിയാം മുകേഷിനെതിരെ പോലീസിൽ തന്നെ ജെയ്സൺ നോക്കൂ, എന്റെ അവകാശമാണ് എന്റെ വഴി എന്നതാണ് അദ്ദേഹത്തിന്റെ ഡയലോഗ്. അത് ഒരു സിനിമയിലെ ഒരു ആക്ഷൻ ഹീറോയുടെ ഡയലോഗ് പോലെ, എന്റെ അവകാശമാണ് എന്റെ വഴി, എന്റെ വഴിയിൽ നിന്ന് മാറട എന്ന് പറഞ്ഞുകൊണ്ട് കാറ് തുറന്ന് കയറി പോകുന്ന സൂപ്പർ ഹീറോ അതല്ലേ നമ്മൾ കണ്ടത്? തീർച്ചയായും ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു നടനിൽ നിന്നും അദ്ദേഹം ഒരു ജനപ്രതിനിധിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി, ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ പ്രതികരിക്കാം, ഇല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാം. പക്ഷേ ഒരു നയപരമായ സമീപനം ഈ കാര്യത്തിലൊന്നും ഇന്ന് രാവിലെ മുതൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ രാമാലയത്തിന് മുൻപിൽ സംഭവിച്ചത്. അതും അതീവ ക്ഷോഭിച്ച സുരേഷ് ഗോപി കൈകൊണ്ട് ആളുകളെ മാറ്റുന്നു, മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റുന്ന സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയെന്നത് അതിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്നതാണ്. സുജയ, മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാടും താങ്കൾ സ്വീകരിക്കണമെന്നില്ല. ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? സൗകര്യം നമുക്കത് ഒന്നുകൂടി അദ്ദേഹത്തിന്റെ ആ വരവും പറച്ചിലും ഒന്നുകൂടി. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാടും താങ്കൾ സ്വീകരിക്കണമെന്നില്ല. ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? സൗകര്യം ജെയ്സൺ, എൻ്റെ വഴി എൻ്റെ അവകാശമാണ്, അത് കറക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വഴി അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ അവിടെ ചോദിക്കാൻ നിന്നത് അദ്ദേഹത്തിന് തന്നെ ഒരു സഹപ്രവർത്തക കൊടുത്ത പരാതിയെക്കുറിച്ചാണ്. അതിൽ വഴിയെക്കുറിച്ചല്ലല്ലോ പറയേണ്ടത്. ജെയ്സൺ, തീർച്ചയായും ഇതിന് വളരെ നയപരമായിട്ടും മറുപടി പറയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ മുതൽ സുരേഷ് ഗോപി എടുത്ത ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് നയപരമായോ സംയമനത്തോടുകൂടിയുള്ള സഹിഷ്ണുതയോടുകൂടിയുള്ള യാതൊരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം സ്റ്റേജായിരുന്നു ഇപ്പോൾ കണ്ടത്. വളരെ നയപരമായി അദ്ദേഹം ചോദ്യങ്ങളോട് പ്രതികരിക്കാവുന്ന അത്രയും കാര്യമേ ഉള്ളൂ. കാരണം പരാതികൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നടക്കമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ എത്രയേറെ കണ്ടിരിക്കുന്നു. എത്രയോ പ്രതിസന്ധികൾ നേരിട്ട നിരവധി നേതാക്കൾ, അതുപോലെ തന്നെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടുണ്ടാകും. പക്ഷേ അതിനെയെല്ലാം വളരെ നയപരമായി, വളരെ സംയമനത്തോടെ, സഹിഷ്ണുതയോടു കൂടിയുള്ള പ്രതികരണങ്ങൾ നാം നിരവധി കണ്ടിട്ടുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ മറ്റ് സഹപ്രവർത്തകരെ കുറിച്ചുള്ളതാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പുലർത്തേണ്ട ഒരു സഹിഷ്ണുതയും അദ്ദേഹം ഇന്ന് എടുത്തില്ല എന്ന് മാത്രമല്ല, അതിരൂക്ഷമായ രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. ക്ഷോഭിക്കുക എന്നതിനപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകർ തള്ളിമാറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അത്തരം ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ജെയ്സൺ നോക്കൂ, കടക്കൂപുറത്ത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് ഏത് രീതിയിൽ ചർച്ച ചെയ്തതാണ്. അത് വർഷങ്ങൾക്കിപ്പുറവും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എൻ്റെ വഴിയിൽ കയറി നിൽക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ കേന്ദ്രമന്ത്രി ഉന്നയിക്കുന്നത്. അത് അദ്ദേഹം സിനിമയിൽ ആക്ഷൻ ഹീറോ ആയിരിക്കും, പക്ഷേ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. താരസംഘടനയിലെ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ മറുപടി പറയാം. അല്ല എങ്കിൽ മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് മര്യാദയോടെ അദ്ദേഹത്തിന് പറയാം. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, മൈക്കുമായി അദ്ദേഹത്തിന് അടുത്തേക്ക് വരുമ്പോൾ മൈക്ക് അദ്ദേഹത്തിന്റെ ദേഹത്ത് മുട്ടിയിട്ടുണ്ടെങ്കിൽ അത് തട്ടിമാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണല്ലോ നമ്മൾ കാണുന്നത്. രാവിലെയും മൈക്കുകൾ വകഞ്ഞു മാറ്റിയല്ലേ പോയത്? എന്റെ വഴി എന്റെ അവകാശമാണ്. രാവിലെ മൈക്കുകൾ വകഞ്ഞു മാറ്റുന്നതിന് മുൻപ് അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു എന്നതാണ്. പിന്നീട് തുടർന്നുള്ള വീണ്ടും ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മൈക്കുകൾ മാറ്റിയത്. പക്ഷേ രാവിലെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു, തൻ്റെ പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയാണ് ഇപ്പോൾ കൂടുതൽ അപകടത്തിലേക്ക് എത്തിച്ചതെന്നാണ് പ്രധാനമായിട്ടും പറയേണ്ടത്. കാരണം BJP വലിയ രീതിയിൽ സമരവും പ്രതിഷേധങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് തങ്ങളുടെ നിലപാടുകൾ തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട സമരപരിപാടികളിലേക്ക് കടക്കുമ്പോൾ BJPയുടെ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്രമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട MP ആയി വന്ന കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് BJP നിലപാടിന് യോജിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം വന്നത് BJPയെയും വെട്ടിലാക്കി എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. നയപരമായി ഇടപെടേണ്ട ഒരു വിഷയത്തിൽ നയപരമായിട്ട് ഇടപെട്ടില്ല എന്ന് മാത്രമല്ല, അസഹിഷ്ണുതയോടുകൂടി ഇടപെട്ടു എന്നതിനപ്പുറത്തേക്ക് അത് ഒരു പടി കടന്നുപോയി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏതായാലും ഇതിൻ്റെ പ്രതിഫലനം വരുന്ന ആളുകളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP
പിയെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് സത്യത്തിൽ ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ഷനിലൂടെ ഒക്കെ സംഭവിച്ചിരിക്കുന്നത്.